നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട്. കോടതിയിൽ അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത്, അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അടിമകളെ പോലെയാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യര് അവരോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ്. അവർ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക, പിന്നെ ഒരു അടിമയാണ്. ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല. തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത്, ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് FIR ആവും. ആ FIR കഴിഞ്ഞാൽ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ. ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം, വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ്. അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഇവിടുത്തെ പോലെയല്ല. അറബിയിൽ എന്തൊക്കെയോ പറയും, ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടെന്ന് പറയും. നമ്മൾ മനസ്സിലായാലും ഇല്ലെങ്കിലും പ്രതി നിന്നിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും, അവിടെ എഴുതിക്കൊണ്ടിരിക്കും. തീരുമാനമാണ്. അല്ലാണ്ട് വാദിച്ച് ജയിച്ചു കൊടുത്ത പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ്. തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ വൈ നോട്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ പാലക്കാട്. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു സംഭാഷണം കേട്ടല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ബോച്ചി വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് മാധ്യമങ്ങളുടെ മുന്നിൽ. അപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂവിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ പ്രവാസ ലോകത്തെ അറബി രാജ്യത്തെ നിയമങ്ങളാണ് പുള്ളി പറയുന്നത് പല രീതിയിലും. അതിൽ ചില അറബികൾ മിസ്യൂസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ? അത് ശരിയാണ്. പല സ്ഥലത്തും ഈ മിസ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും അത് പറയാൻ പറ്റൂല. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് ചില പേജുകളിൽ ഇപ്പോൾ ഈ മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ, ഓളൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ അതിൻ്റെ മുകളിൽ ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ചില വ്യക്തികൾ ഈ രാജ്യത്തിനെ കുറിച്ച് വളരെ മനോഹരമായി പറയുകയും ഈ നിയമത്തിനെ കുറിച്ച് വളരെ മഹത്തായ നിയമങ്ങളാണെന്നൊക്കെ പറയുന്നവരായിട്ട് ഒരു വിഭാഗത്തിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് അപമാനിച്ചു കൊണ്ടിട്ട് ഈ ലക്ഷ്മിക എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതിനെ ഷെയർ ചെയ്തിട്ട് ക്യാപ്ഷൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കേരളം തന്നെ നിലനിൽക്കുന്നത് ഇന്നും ഈ പ്രവാസ ലോകത്തിലെ അറബികളുടെ കാശ് വെച്ചിട്ടാണ്. ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സ് തൊട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ എത്ര ആൾക്കാർ ഇവിടെ ചതിക്കപ്പെട്ടിട്ടുണ്ട്? എൻ്റെ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. എത്ര ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുണ്ട്? ഒന്നുമില്ല. എല്ലാത്തിലും ഉണ്ട്, നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഓക്കെ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇപ്പം എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം നാൾ ചർച്ചിൽ കയറിയിട്ട് കല്ലുവിട്ട് എറിഞ്ഞില്ലേ ഒരു ടീം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീമും അതുപോലെയാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരുത്തം കൊണ്ടുപോയിട്ട് ഒരു 5-6 വയസ്സായ കുട്ടീനെ അറിയാമല്ലോ, ആസിഫാന്ന് അങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് അതിക്രൂരമായിട്ട് ഭക്തർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്തിട്ട് റേപ്പ് ചെയ്തില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളും അവിടെ അതുപോലെ ആകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അതിക്രൂരമായിട്ടുള്ള മനുഷ്യരും മനസാക്ഷിയില്ലാത്ത മനുഷ്യരും അതുപോലെ തന്നെ വൃത്തികെട്ട ആളുകളൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട്. അവർ മിസ്യൂസ് ചെയ്യും. അത് അവരെ കാണിച്ചു കൊണ്ടിട്ട് എല്ലാവരും അതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് നമുക്ക് ശരിയാക്കുക. അത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ബോച്ചൻ്റെ വോയിസുകൾ എടുത്തിട്ട് ക്ലിപ്പാക്കി ഇട്ടുകൊണ്ടിട്ട് നമ്മുടെ പ്രവാസ ലോകത്തിലുള്ള പല രാജ്യത്തിനെയും അപമാനിച്ചുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത എത്ര മലയാളികൾ, ഹൈന്ദവരുൾപ്പെടെ എത്ര മലയാളികൾ, എത്ര മലയാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാതെ ഇവിടെ വന്നിട്ട് ഗുബൂസിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെറിയ പണികളൊക്കെ എടുത്ത് ഇവിടെ കോടീശ്വരന്മാരായി ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വലിയ രാജകീയ ജീവിതം വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്. അതൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ രാജ്യങ്ങളാണ്. നമ്മൾ നന്ദികേട് കാണിക്കരുത്, മനസ്സിലായ? അപമാനിച്ചോ കുഴപ്പമൊന്നുമില്ല. ചില നിയമങ്ങൾ അവിടുത്തെ ശരിയല്ല, ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അഫ്കോഴ്സ് അങ്ങേര് പറയുന്നത് കറക്റ്റാണ്. നമുക്ക് ലാംഗ്വേജ് അറിയില്ല, ഒരുപാട് എക്സ്പെൻസ് ആകും. അത് അവിടുത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് വക്കീൽ വെക്കണം പറഞ്ഞാൽ അവിടുത്തെ ഡോളർ കൊടുക്കണ്ടേ അല്ലേ? നമ്മുടെ രാജ്യത്തിലുള്ള പൈസയുടെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അവിടെ വലിയ എക്സ്പെൻസാണ്. അതാണ് ബോച്ചനും പറയുന്നത്, വേറൊന്നുമല്ല. പിന്നെ ഇതെടുത്തുകൊണ്ട് വലിയ സംഭവം പോലെ കിടന്ന് അപമാനിക്കാനൊന്നുമില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് കൈതീട്ടാൻ വേണ്ടി തന്നെയാണ്. അവരുടെ ജോലികൾ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആദ്യമേനെങ്കിൽ അവരാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം മലയാളികൾ
മുതലാളിമാരായ പിന്നെ അവർ തന്നെ കഫ്റ്റേരിയയിൽ ഉൾപ്പെടെ ചെറിയ ഗ്രോസറിയിൽ ഉൾപ്പെടെ പാസ്പോർട്ട് വാങ്ങി വെച്ചുകൊണ്ട് മലയാളികൾ കൊടുക്കുന്നില്ല. എത്ര മലയാളികളെ തന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ തന്നെ സംസാരിക്കാൻ വേണ്ടി പോയിട്ട് നിങ്ങൾ പാസ്പോർട്ട് ദയവ് ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ PMലടക്കം ആൾക്കാരുണ്ട് എഴുതു പറയുന്നത്. അപ്പോൾ മലയാളികൾ തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് എല്ലാ മലയാളികളും അങ്ങനെയാണോ? ഇതൊക്കെ വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക, ഈ കണ്ണിൽ കണ്ണിൽ കോല് കിടക്കുന്നവൻ ഈ കരട് വീണവനെ നോക്കിയിട്ട് പുച്ഛിക്കുന്ന പോലെയും ചിരിക്കുന്ന പോലെയാണ് എനിക്കിത് തോന്നുന്നത്. മനസ്സിലായി? ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി പോവുക. പ്രിയ സുഹൃത്തുക്കളെ, ഇതെല്ലാം കൃത്യമായിട്ടുള്ള മറുപടികളാണ്. എല്ലാവരും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം. ബോച്ചൻ ഉദ്ദേശിച്ചത് ആ രാജ്യത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. പോസിറ്റീവ് അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മലയാളികൾ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് കാശുണ്ടാക്കിയിട്ട് കുടുംബമായിട്ട് ഇന്ന് അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് ഈ രാജ്യക്കാർ പോലും അസൂയപ്പെടുന്ന രീതിയിലും ജോലിക്ക് അവരുടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ മാറി മലയാളികൾ ലോകത്തിൽ തന്നെ ഉയർന്നിട്ട് വളർന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മറക്കരുത്. ഇതൊക്കെ ഇവിടുത്തെ കാശ് കൊണ്ടാണ്. മനസ്സിലായി? ഇന്ന് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ പിടിച്ചു നിൽക്കുന്നത് ഇന്നും ഇവരുടെ നിങ്ങൾ ഈ ക്യാപ്ഷൻ ചെയ്തിട്ട് അപമാനിക്കുന്നുണ്ടല്ലോ, ആ രാജ്യത്തുള്ള ആളുകളുടെ ക്യാഷ് കൊണ്ടാണ്. മറക്കരുത്. മനസ്സിലായ? മലയാളി ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. എല്ലാ മലയാളിയും പറയുന്നില്ല, ചില മലയാളികൾ ഒക്കെ ഇതുപോലുള്ള വൃത്തികെട്ട ക്യാപ്ഷൻ എഴുതിക്കൊണ്ട് ഈ വീഡിയോനെ ബോച്ചൻ്റെ വലിയ രീതിയിൽ വൈറലാക്കി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്. ഒക്കെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഗുബൂസ കഴിച്ചിട്ട് പിന്നീട് ഇവിടെ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കിയ എത്രയോ മലയാളികളുണ്ട്. അവർക്കൊക്കെ അവരെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുമുണ്ട്. അതിനെല്ലാം കാരണം ഇവിടുത്തെ നിങ്ങൾ പറയുന്ന ഈ നിയമങ്ങൾ ഉൾപ്പെടെ അതെല്ലാം എന്താ പറയുക അതിജീവിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. തരികിടിയും ഉടായ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ പെടും. അതുപോലെ നമ്മൾ ഉടായ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പോയി പെട്ട് കഴിഞ്ഞാലും നമ്മൾ ലോക്കാവും. അതിപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മൾ ഫോളോ ചെയ്യുക. ബൈ.